Hello everyone, I'm Neetu and welcome to my channel Neetu Empowerment Hub. നമുക്കെല്ലാവർക്കും ഡ്രീം ഉണ്ടല്ലേ? ഡ്രീം ഇല്ലാത്ത ആരും തന്നെ ഇല്ല. ചിലർക്ക് സ്പേസിൽ പോകണമെന്നായിരിക്കാം, ചിലർക്ക് വേൾഡ് ടൂർ പോകണമെന്നായിരിക്കാം, ചിലർക്ക് ഒന്നിൽ കൂടുതൽ ലക്ഷറി വീട് വേണമെന്നായിരിക്കാം, ചിലർക്ക് നമ്പർ ഓഫ് ലക്ഷറി വെഹിക്കിൾസ് വേണമെന്നായിരിക്കാം. എന്തോ ആയിക്കോട്ടെ, ഡ്രീം ഇല്ലാത്തവരാരുമില്ല. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ആ ഡ്രീമിൻ്റെ പുറകെ പോകാറുണ്ടോ? എനിക്കത് വേണം എന്നും പറഞ്ഞ് പോകാറില്ല എങ്കിൽ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബേണിംഗ് ഡിസയർ ഉണ്ട്, എനിക്കത് നേടണം, അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് ഈ വീഡിയോ ഉപകാരപ്പെടുന്നത്. അതായത് എനിക്കിപ്പോൾ കളക്ടർ ആവണം, ആയേ പറ്റൂ, അങ്ങനെ ആഗ്രഹമുള്ള അത്രയും ബേണിംഗ് ഡിസയറുള്ള ഒരാൾക്ക് അത് എങ്ങനെ ആകാൻ സാധിക്കും? അതിനൊരു പവർഫുൾ ടെക്നിക്കാണ് ഇന്ന് പറയാൻ പോകുന്നത്. പേടിക്കണ്ട, ഭയങ്കരമായ ഒരു ടെക്നിക്കോ സംഭവങ്ങളോ ഒന്നും അല്ല, അതൊരു ഹാബിറ്റാണ്. ആ ഒരു ഹാബിറ്റ് നമ്മൾ ഫോളോ ചെയ്താൽ വളരെ ഈസി ആയിട്ട് ഏതൊരു ബേണിംഗ് ഡിസയറിനെയും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. സ്റ്റീഫൻ കോവിയെ കേട്ടിട്ടുണ്ടോ? സ്റ്റീഫൻ കോവി എഴുതിയിട്ടുള്ള ദ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന പുസ്തകത്തിലെ സെക്കൻഡ് ഹാബിറ്റാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. അതായത് ബിഗിൻ വിത്ത് എൻഡ് ഇൻ മൈൻഡ്. ബിഗിൻ വിത്ത് എൻഡ് ഇൻ മൈൻഡ് അതായത് കളക്ടർ തന്നെ നമുക്ക് എക്സാമ്പിൾ എടുക്കാം. കളക്ടർ ആവണം, IAS കിട്ടണം, സിവിൽ സർവീസ് എക്സാം എഴുതണം, അത് പാസ്സാവണം, അതും ഹൈ റാങ്കിൽ പാസ്സായാൽ മാത്രമേ നമുക്ക് IAS ഉറപ്പിക്കാൻ പറ്റൂ. സോ എൻ്റെ ഡ്രീം എന്താണെന്നുള്ളത് ക്ലിയർ ആയിരിക്കണം. ഞാൻ ക്ലിയർ ആയിട്ട് അതിനെ റൈറ്റ് ഡൗൺ ചെയ്യണം. എനിക്ക് 10th റാങ്കിനുള്ളിൽ തന്നെ വരണം. സിവിൽ സർവീസ് എക്സാം ക്രാക്ക് ആക്കണം എന്നല്ല, അതിൽ 10th റാങ്കിനുള്ളിൽ തന്നെ വരണം എന്ന് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് എഴുതുകയാണ് എൻ്റെ ഡ്രീം. അതാണ് വിഷൻ എന്ന് പറയുന്നത്. എൻ്റെ ഡ്രീമിനെ ക്ലിയർ ആയിട്ട് എഴുതി വെക്കുക. അതായത് ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് വേണമെന്ന് വളരെ ക്ലിയർ കട്ടായിട്ട് എഴുതിയാൽ അത് വിഷനാവും. ആ ഒരു വിഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണ്? ആദ്യം നമ്മൾ എഴുതുന്നു, എനിക്ക് കളക്ടർ ആവണം, എനിക്ക് 10th റാങ്കിനുള്ളിൽ വരണം, ഞാൻ ഒരുപാട് ആളുകളെ ഹെൽപ്പ് ചെയ്യും, എൻ്റെ ആ ഒരു കളക്ടർ പദവി ഞാൻ എൻ്റെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കും, അതുവഴി എനിക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ കിട്ടും, എനിക്ക് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടുന്നു, എനിക്ക് ഒരുപാട് അപ്രീസിയേഷൻസ്, എന്നെ ഒരുപാട് പേര് ഗസ്റ്റായിട്ട് വിളിക്കുന്നു, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്നു. ഇതെല്ലാം ഞാൻ വളരെ ഡീറ്റെയിൽഡായിട്ട് എഴുതിയിട്ട് അതിനെ ഞാൻ വിഷ്വലൈസ് ചെയ്യും. ഓക്കെ, അതാ വിഷ്വലൈസ് ചെയ്യുന്ന വെച്ചാൽ ഇതിനൊരു സിനിമ കാണും പോലെ, പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ പോലെ ഞാൻ എൻ്റെ മൈൻഡിൽ കാണും, സിനിമ കാണും പോലെ. അതാണ് വിഷ്വലൈസേഷൻ. അങ്ങനെ എല്ലാ ദിവസവും അങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നു എൻ്റെ വിഷൻ മനസ്സിലായല്ലോ? ഡ്രീമിന് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ കൊടുക്കുമ്പോൾ അത് വിഷനായി. അങ്ങനെ ഞാൻ അതിനെ എന്ത് ചെയ്യുന്നു? വിഷ്വലൈസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ആരായി മാറി? എൻ്റെ മനസ്സ് വിശ്വസിക്കുകയാണ് ഞാൻ ആരാണ്? കളക്ടർ. എനിക്ക് 10th റാങ്കിനുള്ളിൽ കിട്ടിയിട്ടുണ്ട്, ഞാനൊരു IAS ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഒരു പിക്ചർ എൻ്റെ മൈൻഡിന് കിട്ടി, ഞാൻ എൻ്റെ മൈൻഡിനെ വിശ്വസിപ്പിച്ചു. ഇനിയാണ് അടുത്ത പ്രോസസ്സ്. എന്താണ്? ആക്ഷൻ. എങ്ങനെയാണ് ഇനി എക്സാം ക്രാക്ക് ചെയ്യേണ്ടത്? അതിന് കോച്ചിങ് എടുക്കാം, അതെങ്ങനെയോ ആയിക്കോട്ടെ. അത് ആ ഒരു പ്രോസസ്സ് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം വിഷ്വലൈസ് ചെയ്ത് നമ്മുടെ മൈൻഡിൽ ഉറപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഞാൻ ആക്ഷൻസ് എടുക്കുന്നത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ IAS ഓഫീസർ ആവുക തന്നെ ചെയ്യും. അതാണ് ഹാബിറ്റ് നമ്പർ 2, ബിഗിൻ വിത്ത് എൻഡ് ഇൻ മൈൻഡ്. നോർമലി എല്ലാവരും ചെയ്യുന്നത് സിവിൽ സർവൻ്റ് ആകണം എന്നുള്ളൊരു ലക്ഷ്യം. ഓക്കെ, അതിനുവേണ്ടി ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ഓക്കെ ഇത് പാടാണ്, എന്നെ കൊണ്ട് പറ്റുമോ എന്നറിയില്ല, ഒരുപാട് പേര് ഇത് എഴുതുന്നുണ്ട്, അപ്പോൾ അതിനുള്ളിൽ ഒരാളാണ് ഞാൻ, ചിലപ്പോൾ കിട്ടാം, ഒരു ഭാഗ്യപരീക്ഷണം എന്നുള്ള നിലയിൽ പഠിച്ചു നോക്കാം എന്നൊക്കെയുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉള്ളവർക്ക് ഒരിക്കലും അത് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ബേണിംഗ് ഡിസയറും അത് വേണമെന്ന തീവ്രമായ ആഗ്രഹം മനസ്സിലോ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് ആ ഒരു വിഷൻ അവർ വെച്ചു, അതായതുപോലെ അവർ ഇമാജിൻ ചെയ്യുകയും അതിനുശേഷം അവർ ആക്ഷൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ബിഗിൻ വിത്ത് എൻഡ് ഇൻ മൈൻഡ് എന്ന ഹാബിറ്റ് നമുക്ക് പറഞ്ഞു തരുന്നത്. സോ എല്ലാവരും ഈ ഒരു ഹാബിറ്റ് ഏതൊരു ബേണിംഗ് ഡിസയർ ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്കൊരു വെയിറ്റ് ലോസ് ചെയ്യണം, ഇപ്പോൾ തടിയുള്ളൊരു വ്യക്തിയാണ്, അപ്പോൾ അദ്ദേഹം ആദ്യമേ തന്നെ ഡയറ്റ് എടുത്ത് വർക്കൗട്ട് ചെയ്യുന്നതിനേക്കാൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഫിറ്റ് ബോഡി അദ്ദേഹത്തിന് ഉണ്ടായതായി
ഇമാജിൻ ചെയ്യുക, അദ്ദേഹം അതിനെ വിഷ്വലൈസ് ചെയ്യുക. എൻ്റെ ബോഡി ഫിറ്റ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും, മറ്റുള്ളവർ എങ്ങനെയായിരിക്കും എന്നെ കാണുന്നത്, സ്വയം ഞാൻ എങ്ങനെയായിരിക്കും എന്നെ തന്നെ വിലയിരുത്തുന്നത്, എനിക്ക് എന്ത് കംഫർട്ടായിരിക്കും ഡ്രസ്സ് വെയർ ചെയ്യുമ്പോഴും നടക്കുമ്പോഴും ഓടുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ഞാൻ എത്ര കംഫർട്ടബിൾ ആയിരിക്കും, എന്നെ കാഴ്ചയ്ക്ക് തന്നെ ഞാൻ എന്ത് അട്രാക്റ്റീവ് ആയിരിക്കും. അങ്ങനെ തന്നെ ഒരു ഇമേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ബോഡി അത്രയും ഫിറ്റ് ആയിരിക്കും, നമുക്ക് ഒരുപാട് അംഗീകാരങ്ങളും അപ്രീസിയേഷൻസും ഒക്കെ കിട്ടും. നമ്മളോട് ഗൈഡ് ലൈൻസ് ചോദിക്കാൻ പലരും വരും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫിസിക്കൽ ട്രെയിനർ തന്നെ ആവാൻ പറ്റുന്നൊരു രീതി നമുക്ക് വരും. അപ്പോൾ ആ ഒരു ഇമേജ്, ആ ഒരു കാര്യം നമ്മൾ ഇമാജിൻ ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് മനസ്സിൽ ഉറപ്പിച്ചിട്ട് പിന്നെ വേണം നമ്മൾ ഡയറ്റും വർക്കൗട്ടും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. തീർച്ചയായിട്ടും നമ്മൾ അവിടെ എത്താതെ എവിടെ പോകാനാണ്? ഇതുപോലെ എന്താഗ്രഹങ്ങളും ബിഗിൻ വിത്ത് എൻഡ് ഇൻ മൈൻഡ് ടെക്നിക്കിലൂടെ സാധിച്ചെടുക്കാൻ പറ്റും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Thank you. See you with another video. Bye.